ശനിയാഴ്ച വൈകുന്നേരമാണ്. ന്യൂസ് കുറേ ദിവസമായി ബീച്ചിൽ പോകണം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണൂർ കാഴ്ച 2023-24 പരിപാടി ഡിസംബർ 22 ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടേനു. നമ്മൾ പക്ഷേ ഇന്നാ പോകുന്നത്, ശനിയാഴ്ച. നുന്നൂസ് എന്ന് പറയുന്ന കേട്ടിട്ട് മനസ്സിലാകാണ്ട് കേട്ടോ, നമ്മൾ ആദ്രികേന വിളിക്കുന്ന പേരാണ് നുന്നൂസ് എന്ന്. അപ്പോൾ അതിനടുത്തായിട്ട് കോച്ചിങ്, ഫുട്ബോളിൻ്റെ കോച്ചിങ്ങിൻ്റെ ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും, കുട്ടികളുടെ പ്രാക്ടീസ്. അത് കുറച്ച് സമയം ആദ്രികക്ക് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഫെസ്റ്റിവൽ നടക്കുന്ന കാഴ്ച അതിനെ മുന്നോട്ടേക്ക് നമ്മൾ നടന്ന്. അപ്പോൾ ചെറിയൊരു മഴയുടെ ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട്. മഴ പെയ്യാൻ തുടങ്ങിയില്ല, അപ്പോൾ പെയ്യുന്നുള്ളൊരു ചെറിയ പേടിയുണ്ട്. അതാ ബലൂണിലൊക്കെ വിൽക്കുന്ന ആളിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ന്യൂസ് ബലൂണിന് വേണ്ടിയിട്ട് ചെറിയൊരു ഇതൊക്കെ കളിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ വരുമ്പം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നടന്ന് പാടുന്ന 100 രൂപയുടെ കൗണ്ടറിൽ നിന്ന് ഒരാൾക്ക് 100 രൂപയുടെ ടിക്കറ്റാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കിടക്കേണ്ടിയിട്ട് മുന്നോട്ട് നടന്ന്. അപ്പോൾ ന്യൂസ് വരുന്നില്ല, ബലൂൺ വാങ്ങിക്കൊടുക്കാത്തൊരു ഇത് നോക്കുന്നുണ്ട്. എന്നാലും വരുമ്പം വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ മുന്നിലുള്ള ഇതൊക്കെ ചെടിയൊക്കെ ചട്ടിയൊക്കെ വെച്ചിട്ടുള്ള നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. രസമുണ്ട്. നോക്കുമ്പോൾ അവിടെ നമ്മളൊരു ഫോട്ടോ എല്ലാം എടുത്ത് നോക്കുമ്പോൾ ഉള്ള ഫ്രണ്ടിലുള്ള ഇതാണ്. വണ്ടിയൊക്കെ വരുന്നേ ഉള്ളൂ, വൈകുന്നേര സമയമായിട്ട് വരുന്നേ ഉള്ളൂ. കൂടുതൽ വിശേഷം നമുക്ക് ഉള്ളിൽ നിന്ന് കാണാം. നമുക്ക് ഉള്ളിലേക്ക് പോവാം. നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ാക്കിയിട്ടത് കണ്ണടക്കി വെച്ചിട്ട് ഇവരൊരു ഫോട്ടോ ഒക്കെ എടുത്ത് തന്നെ കൂട്ടാതെ നല്ല ഒരു തലയാട്ടിലൊക്കെ ആയിട്ട് ന്യൂസ് എടുത്ത് ഒരു ഫോട്ടോ എല്ലാം എടുത്ത്. അപ്പോൾ അതാ ഒരു മയില് വിടർന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ ആടെ നിന്നൊരു ഫോട്ടോ എടുത്ത്. എന്നാൽ അങ്ങനെയല്ലേ, നമുക്ക് ഒപ്പര എടുക്കാമെന്നില്ല, അവർ രണ്ടാളും നിന്ന്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് പോകുന്ന വഴിയാണ്. അതും നല്ല രസമുണ്ട് വഴി, അവർ സംഘാടകരാക്കിയിട്ട്. അപ്പം മെല്ലെ ഞങ്ങൾ ഉള്ളിലേക്ക് നീങ്ങുകയാണ്. നിങ്ങളതിൻ്റെ തൊട്ടപ്പുറത്ത് കാണാം, പൂനെ കൊണ്ടൊരു ട്രെയിനിലാക്കിയിട്ട് ഉള്ള ഇത് കാണാം. അപ്പോൾ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മഴയുടെ ഒരു ചെറിയ നമ്മൾ ഉള്ളിലേക്ക് കടന്ന് ഇതാണ് എൻട്രൻസ്. ഉള്ളിലേക്ക് തുടങ്ങുന്ന ഒരു കാടിൻ്റെ ഒരു പ്രതീതി ഉണ്ട്. നല്ല സൗണ്ടും ഉണ്ട്. ആനയും സിംഹത്തിൻ്റെ ബോക്സ് വെച്ചിട്ട് ഒരു ശരിക്കുള്ള ഒരു നല്ലൊരു കാടിൻ്റെ അതേ ഒരു മണവും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കാട്ടുപോത്ത്, മാൻ, പിന്നെ ഒട്ടകം, പുലി, ആന എല്ലാം ഇല്ല. നല്ല പൂക്കളൊക്കെ. 100 രൂപക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. കണ്ണൂർ എല്ലാ പരിപാടിയും ഇതേപോലെ നടക്കുന്നത് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷേ നമുക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഇത് തോന്നിന്. അതുകൊണ്ട് തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ ഇനി ജനുവരി പിന്നെ പകുതി വരെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ വരാൻ പറ്റുമെങ്കിൽ എല്ലാവരും വന്ന് കാണുക. അപ്പോൾ മൃഗങ്ങളെ സൗണ്ടൊക്കെ കണ്ടവരൊക്കെ ചെറുങ്ങനെ പേടിയായിട്ട് ഷീബയോളെ എടുത്തിട്ട് നോക്കുകയാണ്. അപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ മെല്ലെ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ജീവനുള്ള മൃഗങ്ങളാന്ന് അതിൻ്റെ സൗണ്ടും ഉള്ളത് കൊണ്ടാണ് അവർക്ക് പേടിയായ. ചെറിയ കുട്ടികളെല്ലാം എടുത്തിട്ട് വന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു കാഴ്ചയായിരിക്കും. കാടിനുള്ളിൽ നമ്മളെങ്ങനെയാണ് പോകുന്നത് ആ ഒരു തന്നെ ഇതിൻ്റെ ആൾക്കാർ ശരിക്കും ഇത് ചെയ്ത ആൾക്കാർ തീർച്ചയായിട്ടും പ്രശംസിക്കണം. അപ്പോൾ ആൾക്കാരെല്ലാം വൈകുന്നേരം ആയതുകൊണ്ട് വരുന്നുണ്ട്. ഞങ്ങൾ എല്ലാവർക്കും ഫോട്ടോ എടുക്കേണ്ട തിരക്കാണ്. അപ്പോൾ നമ്മൾ പിന്നെ മുന്നോട്ടേക്ക് നീങ്ങുക. അപ്പോൾ അതായത് കാട്ടിനുള്ളിലൊരു കടുവ ശരിക്ക് അതിൻ്റെ ബാക്കിൽ തന്നെ ബോക്സ് വെച്ചുകൊണ്ട് ശരിക്ക് അത് കരയുന്ന ഒരു സൗണ്ട് കേട്ടിട്ട് ആദ്രിക ശരിക്ക് പേടിച്ചു പോയിന്. ചാടിയിട്ട് കരയുന്ന പോലെയുള്ള ഒരു സൗണ്ട് നമുക്ക് തോന്നുന്നുണ്ട്. ശരിക്ക് ഇത് ചെയ്ത ആൾക്കാരെ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കണം. കാരണം അത്ര നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തത്. പിന്നെ നല്ല മരങ്ങളെ പോലെ വള്ളികളാക്കിയിട്ടും പാണ്ടേനെ പോലെയുള്ളൊരു ഇതൊക്കെ വെച്ച് കണ്ട 2 പുലികൾ തമ്മിൽ അടി ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഓരോ തരത്തിലുള്ള ലൈറ്റ് കൊടുത്തിട്ട്. അത് ആഫ്രിക്കൻ ആന, അതിൽ ലൈറ്റ് കൊടുത്ത് തുമ്പിക്കൈകളൊന്നും നല്ല ഇതില്ല. ഇതിൽ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് പോകുന്നേരം നമ്മളെ പുലിമുരുകൻ സിനിമയിൽ മോഹൻലാലിന് നേരെ പാറയുമെന്നൊരു പുലി ചാടി വരുന്ന സീന് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. അതേപോലെയുള്ളൊരു സീന് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്.
അപ്പോൾ ഞാനതിൻ്റെ പുലിനെ നോക്കി നോക്കുമ്പോൾ ആദ്രിക കണക്ക് ഇതാ ദിനോസർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നു. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ കാണാം. ശരിക്ക് ഒരു കാട്ടിലുള്ള ഡൈനോസറിൻ്റെ അതേ രീതിയിൽ തന്നെ അവരാക്കീന്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഒരു പുലി മേലെ നിന്ന് ചാടാൻ പുലിമുരുകിൽ നിൽക്കുന്ന അതേ ഒരു രീതിയിൽ ആക്കിയിട്ടുള്ളത്. അത് നല്ലൊരു ഇത് തോന്നി. അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ തൊട്ടിലൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ ഇതിൻ്റെ അങ്ങേ ഭാഗമാണ്. അതിന് നമ്മൾ കുറേ നടന്നു പോയാലാണ് അവിടെ എത്തുക. അതൊക്കെ കാണാം. അതുകൊണ്ട് നമ്മൾ ആൾക്കാരിങ്ങനെ വരുന്നത് കൊണ്ട് ഡൈനോസറിൻ്റെ മുമ്പിലേക്ക് കൂടി ഉള്ളിലേക്ക് നമ്മൾ നടക്കുകയാണ്. നല്ല ചെടികളൊക്കെ നല്ല എന്താ പറയേണ്ട കളറ് കൊടുത്തുകൊണ്ട് നല്ല ഒരു കരടി കാട്ടുപോത്തിനെ കാണുമ്പോൾ ശരിക്കും അതാ കാട്ടുപോത്തൊക്കെ ശരിക്ക് ജീവനുള്ള പോലെ തലയാക്കി കളിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. ഇതും അതുപോലെ കുഴപ്പമില്ല. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പണ്ടത്തെ ആദിവാസികൾ അതുപോലെ തന്നെ ഒരു മൂപ്പൻ എന്ന് പറഞ്ഞിട്ട് അവരെ ഇതിലുണ്ടാവില്ലേ ഈ ആദിവാസികൾ ഇതിൽ അതേപോലെയുള്ള ഒരാൾ ഒരു ഇതിൻ്റെ മേലെ ഇരുന്നു കൊണ്ട് ഒരു യജമാനെ പോലെ നിൽക്കുന്ന ആ ഒരു മൂപ്പൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ല ഇലാണ് ചെയ്തത്. അതിൻ്റെ അപ്പുറം ചെറിയൊരു കുടിലിന് അതിലോട്ട് പോകുമ്പോൾ ഒരു കുഞ്ഞിമാൻ. പക്ഷേ അത് നമുക്ക് ശരിക്കും ഒരു ജീവനുള്ള ഒരു മാനിനെ പോലെ തന്നെ ഞാനത് അതിൻ്റെ അടുത്ത് പോയിട്ട് അതാണ് എടുത്തത്. ശരിക്കും അത് നമുക്ക് അങ്ങനെ ഒരു ജീവനുള്ള പോലെ തോന്നുന്നു. അതും നല്ലൊരു അനുഭവമായിരുന്നു. അപ്പം അതിൻ്റെ ഇപ്പുറം ജിറാഫ്, പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് കങ്കാരുവിനെ കണ്ട്. അപ്പൊ അത് ശരിക്കും അതെനിക്ക് അതിന്റെ ശീവ കാണിച്ചു തരികയാണ്. അതിന്റെ കുടലിനുള്ളിൽ ഒരു കുട്ടി അതിങ്ങനെ തലയാട്ടുമ്പോൾ തള്ളി പുറത്തേക്ക് വരുന്നു. അതാണ് ശരിക്കും നോക്കുന്നത്. അതാണ് ഓക്കും അത് വളരെ ഇഷ്ടമായി. ഒക്കെ ആ പേടി പോയി കിട്ടി. ഇങ്ങനെ തല പൊന്തിച്ച് വരുന്നുണ്ട്. ആ പേടി ഒക്കെ അന്നേരം ആടുന്ന അങ്ങോട്ട് പോയി കിട്ടി. കണ്ട കുട്ടി ഇങ്ങനെ വരുന്നത് അതൊക്കെ നല്ല ഒരു വർക്കായിരുന്നു. അതുപോലെ തന്നെ ഈ ശരിക്കും ഒരു കാട്ടിൻ്റെ ഒരു മണം നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. മൃഗങ്ങളൊക്കെ ഉള്ളവരോട് നമുക്കൊരു മണം കിട്ടില്ല. അതേപോലെ തന്നെ അങ്ങനെ ഒരു ആഫ്രിക്കൻ ആനേനെയും കണ്ട്. അതിൻ്റെ അപ്പുറം ഇതും വളരെ ഭംഗിയായിട്ട് തോന്നി. ഒരു വലിയ പാറക്കെട്ടുന്ന വെള്ളം വീഴുന്നത്, ഒരു അരുവിയിലേക്ക് വെള്ളം വീഴുന്നത്, അവിടെ ഒരു മാൻപേട, അപ്പുറം ഒരു പായ്ക്കപ്പൽ ഒക്കെ വെച്ചിട്ട് അതും നല്ല ഒരിത് തോന്നി. അപ്പോൾ ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ മഴ നമ്മളെ ചതിക്കുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടത്തം കുറച്ച് എല്ലാ ദിവസവും വൈകുന്നേരം മഴയുള്ളത് കൊണ്ട് കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയാന്ന് ഭയങ്കര ഉറപ്പ് എന്ന് പറഞ്ഞ പോലെ ശരിക്ക് നമുക്ക് കണ്ടാമൃഗത്തിന് ഞാനത് അടുത്ത് കാണിച്ച് ശരിക്കും അനങ്ങുന്ന പോലെ തോന്നുമ്പോൾ ശരിക്കും ഒറിജിനാലിറ്റി നമുക്ക് തോന്നുന്നുണ്ട് ഇതാക്കിയത്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറം പാമ്പിനെ കണ്ട മരത്തിനെ ചുറ്റിയിരിക്കുന്ന ഒരു പെരുമ്പാമ്പ് ഇളകി കളിക്കുന്ന അതും അതും നല്ലൊരു വർക്കാണ് ഇവർ ചെയ്തത്. തീർച്ചയായിട്ടും നമുക്കിത് കാണാതിരുന്ന വലിയ നഷ്ടമായിരിക്കും. കണ്ണൂരൊക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റുമെങ്കിൽ കുട്ടികളെ കൂട്ടി കാണുക. ഇതൊരിക്കലും ഒരു പ്രൊമോഷനല്ല, നമ്മൾ കണ്ടിട്ടില്ല, നമ്മളൊരു അനുഭവം പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഞങ്ങൾ മുന്നോട്ടൊക്കെ ഇനിയും കുറേ കാഴ്ചകൾ കാണാനുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡാക്കിയിട്ട് ഉള്ളിലോട്ടേക്ക് ഇതാ നല്ല ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഇതുണ്ട്. ഇതാ അവസാനം 2-3 എണ്ണം പലതരത്തിലുള്ള ആനയുണ്ട്. നാട്ടാന, ആഫ്രിക്കൻ ആന, അതുപോലെ തന്നെയുള്ള ആന. അപ്പോൾ ഉള്ളിലേക്കുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട് ചിത്രങ്ങളായിട്ട്. അതൊന്നും ഞങ്ങൾ മഴ വരുന്നത് പേടിച്ചിട്ട് കൂടുതലൊന്നും കവർ ചെയ്യുന്നില്ല. സ്പീഡിലുള്ളിലേക്ക് ഓരോ സ്ഥലങ്ങൾ ചിത്രങ്ങളാണ്. കോട്ട അതുപോലെയുള്ള ഓരോ ഫോട്ടോസുകളാണ്. ബീച്ച് അതേപോലെയുള്ള ഉണ്ട്. ഞങ്ങൾ ഉള്ളോട്ട് പോയി നോക്കുമ്പോൾ നമുക്ക് ഫർണിച്ചറിൻ്റെ ഒരു സെയിലിൻ്റെ ഒരു പിന്നെ ഇതൊക്കെ കാണാൻ പറ്റി. നല്ല നല്ല രീതിയിലുള്ള തേക്കിൻ്റെ ഒക്കെ ഫർണിച്ചറുള്ള ഇത് അതും കുഴപ്പമില്ല. അപ്പോഴാണ് നമ്മളെ ആദ്രിക ഇങ്ങനെ ഒരു സാധനം കാണും, ബബിള് കാണണം. കാരണം അപ്പോൾ ഞാനെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിന് 200 രൂപ റേറ്റ് വരുന്നത് കൊണ്ട് ഞാനൊന്ന് ചെറുങ്ങനെ മടിച്ച് നോക്കുമ്പോൾ അയാൾ നമ്മളെ തീർച്ചയായിട്ടും വിടുന്നില്ല. അപ്പോൾ അത് 200 തന്നെ എടുപ്പിക്കേണ്ടിയിട്ട് ഓൾക്ക് അതിൽ നിന്നൊരു പെട്ടി പൊളിച്ചിട്ട് അതിൽ നിന്നൊന്നെടുത്ത് കാണിച്ചു കൊടുക്കുകയെല്ലാം ചെയ്ത് നോക്കുമ്പോൾ ഷീബ അപ്പുറത്തൊരു 100 രൂപയുടെ ഒരു സാധനം കണ്ട് അത് മെല്ലെ എടുത്ത് എന്നാൽ 100 ലാഭമാക്കാന്ന് വിചാരിച്ച് നോക്കുമ്പം ഓക്കത് പിടിച്ചില്ല. കൊണ്ട് സാരമില്ല, ഞങ്ങൾ അവസാനം അവരുടെ കയ്യിൽ നിന്ന് അത് തന്നെ വാങ്ങി.
അതൊരു 3 ബാറ്ററിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലൊരു ചെറിയ ഫാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു പാത്രത്തിൽ അതിൻ്റെ ലിക്വിഡ് ഒഴിച്ചിട്ട് ബാറ്ററിയൊക്കെ ഇട്ടിട്ട് അതിൽ വെച്ചിട്ട് ഒന്ന് മുക്കിയിട്ട് അതിലൊരു ബട്ടൺ ഉണ്ടാവും. അതിങ്ങനെ ഞെക്കുമ്പോൾ ആ ഫാനിൻ്റെ കാറ്റിൽ ബബിൾ ഇതായിട്ട് പോകും. കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. അവരതിൽ ലിക്വിഡ് ഒഴിച്ചിട്ട് ആ ഗണ്ണതിൽ മുക്കുമ്പോൾ അതിൻ്റെ ബാക്കിലൊരു സ്വിച്ച് ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫാന് കറങ്ങും. അപ്പോൾ അതിൽ നിന്ന് വരുന്ന കാറ്റ് കൊണ്ടാണ് ഇതിങ്ങനെ ബബിൾസ് ഇങ്ങനെ പോകുന്നു. ഞാൻ കുറേ പിന്നെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞവർക്ക് തീരെ നടക്കുന്നില്ല. പിന്നെ അവിടെ നിന്ന് അത് വാങ്ങേണ്ടി വന്ന്. നല്ല രസമുണ്ട്. അത് കണ്ട് അതിലങ്ങനെ ഇതായി കൊടുത്തു. ഓക്കും വളരെ സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. അത് ഇങ്ങനെയാ ചിരിയെ കണ്ട മുഖത്ത്. അപ്പോൾ ആദ്യം ഉണ്ടായ ദേഷ്യമെല്ലാം അങ്ങ് പോയി. ഇപ്പുറത്തുനിന്ന് മാല വാങ്ങുമ്പോൾ ഇടക്കിടക്ക് പോയിട്ട് അവിടെ പോയിട്ട് അത് കുത്തി. അപ്പോൾ ഷീബ ഇപ്പുറത്തുനിന്ന് മാല ഇതൊക്കെ വാങ്ങാൻ നോക്കുമ്പോൾ ഓള് അവിടെ പോയിട്ട് അവരെ ലിക്വിഡിൽ കുത്തിയിട്ട് ഇങ്ങനെ ആക്കും. അപ്പോൾ ആൾക്കാരിലെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ അവിടെ എത്തി. മുളക് ബജ്ജി ഇതൊക്കെയുള്ള സ്ഥലങ്ങളിലെത്തി. തീർച്ചയായിട്ടും നല്ല ഭക്ഷണത്തിൻ്റെ നല്ലൊരു നീറ്റായ ഒരു സെറ്റപ്പായിരുന്നു. ബാക്കിൽ ടേബിളൊക്കെ ഇട്ട് നമുക്ക് ഇരുന്ന് കഴിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് കോളിഫ്ലവറിൻ്റെ ഇത് ഓർഡർ ചെയ്തു. 60 രൂപയാണ് ഒരു ചെറിയൊരു പ്ലേറ്റിന്. ഞങ്ങളൊന്നത് വാങ്ങിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ തന്നെ അവർ ഇരുന്നിട്ട് കഴിക്കേണ്ട സൗകര്യമുണ്ട്. ഒരു ബോട്ടിൽ വെള്ളവും ഒരു ഇതും വാങ്ങി നമ്മൾ കുറേ നടന്ന സ്ഥിതിക്ക് നമ്മൾ അതിൻ്റെ ബാക്കിൽ പോയി അവിടെ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നുള്ളതിൽ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, ആദ്രിക കഴിക്കുമെന്നുള്ളത്. നോക്കുമ്പോൾ നമ്മളെക്കാട്ടും അവക്കാന്ന് ഇഷ്ടപ്പെട്ടത്. പിന്നെ മഴ വരാൻ തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾ ചെറുങ്ങനെ സ്പീഡാക്കി മുമ്പോട്ട് പോവുക ചെയ്തത്. അപ്പോൾ അവിടെ സ്റ്റേജ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, ആളുകളുടെ തിരക്കും ഉണ്ടായിരുന്നു. ആകാശത്തൊട്ടിലൊക്കെ വളരെ വലിയ ആകാശത്തൊട്ടിൽ കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു. നമ്മൾ അതിലൊന്നും കയറിയില്ല. അപ്പോൾ നമുക്ക് മഴയുടെ ചെറിയ തിരക്കുകളൊക്കെ കൂടി വന്ന് നമ്മളെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി നടന്നുകൊടുക്കുമ്പോൾ നല്ല ഡാൻസൊക്കെ ഉള്ള നല്ല പരിപാടിയായിരുന്നു. മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഷെഫിൻ്റെ പരിപാടിയായിരുന്നു, സ്റ്റേജ് ഷോ ആയിരുന്നു. അപ്പോൾ ആദ്രിക കണ്ടിട്ട് ഗണ്ണെടുത്തിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഷെഫിൻ്റെ ഡാൻസൊക്കെ വരാൻ തുടങ്ങിയപ്പോഴേക്കും ചെറിയ മഴക്കാറുള്ളത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങി. അതുകൊണ്ട് തീർച്ചയായിട്ടും കണ്ണൂരിനടുത്തുള്ളവർ പറ്റുമെങ്കിൽ പോയിട്ട് കാണുക, കുട്ടികളെയും കൂട്ടി കാണുക. പിന്നെ അപ്പോൾ ഞങ്ങളെ വീഡിയോ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.